നല്ലൊരു സുഹൃത്ത് ഉണ്ടെങ്കിൽ നമ്മളുടെ ഈ പല പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടും. നമ്മളെ ഒന്ന് കേൾക്കാൻ, നമ്മളെ കേട്ട് ഒന്ന് തോളത്ത് തട്ടാനായിട്ട്, പോട്ടേന്ന് പറയാനായിട്ട് ഒരു നല്ല സുഹൃത്തുണ്ടെങ്കിൽ നമ്മളുടെ ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടും അല്ലേ. നമുക്കൊരാശ്വാസം ഉണ്ടാകും. നമ്മളെ ചില സമയത്ത് നമ്മളുടെ ഏതെങ്കിലും ഒരു സുഹൃത്ത് വിളിച്ചിട്ട് എടി എനിക്കിങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ ചിലപ്പം ജോലി തിരക്കിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തിരക്കിലോ ഒക്കെ ആയിരിക്കും. അപ്പോൾ നമ്മൾ റെഡി പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഫോൺ വെക്കാറുണ്ട് പലപ്പോഴും. പക്ഷേ ആ ഒരു നിമിഷത്തെ ഒരു ഇതുകൊണ്ട് അവരുടെ മനസ്സ് മാറി അവരെന്തെങ്കിലുമൊക്കെ ചെയ്തു പോയെങ്കിൽ അതൊരു നല്ലതല്ലല്ലോ. അപ്പോൾ നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് നമ്മളുടെ സമയമാണ്. ആ സമയം ഒരു മിനിറ്റത്തെ ഒരു കാര്യമേ ഉണ്ടാവുകയുള്ളൂ. ആ ഒരു സമയം അവർക്ക് കൊടുത്താൽ ഒരു പക്ഷേ അവരെയൊക്കെ ഇതുപോലെ ജീവിതത്തിലേക്ക് തിരിച്ച് കൊണ്ടുവരാനായിട്ട് സാധിക്കും. എന്തായാലും ജീവിതത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം എന്ന് പറയുന്നത് വിവാഹം കഴിക്കുക എന്നുള്ളതല്ല. നമ്മളെ വളർത്തിക്കൊണ്ട് വരുന്ന സാഹചര്യം അങ്ങനെ ആയിപ്പോയത് കൊണ്ടാണ് നമ്മളുടെ മാനസികാവസ്ഥ ഇങ്ങനെ ആയിപ്പോയത്. വിദേശ രാജ്യങ്ങളിലൊക്കെ ഞാൻ കേട്ടിട്ടുള്ളത് അവർ പിരിയാൻ തീരുമാനിച്ചെങ്കിൽ ഭാര്യയും ഭർത്താവും ഒരു ടേബിളിന് അപ്പുറത്തും ഇപ്പുറത്തും നിന്ന് ചായ കുടിച്ചുകൊണ്ട് നമുക്ക് പിരിയാമെന്ന് പറയുന്ന ഒരു മാനസികാവസ്ഥ അവർക്കുണ്ട്. പക്ഷെ നമുക്കതില്ല. കാരണം നമ്മുടെ പെൺകുട്ടികളെ ആയാലും ആൺകുട്ടികളെ ആയാലും വളർത്തിക്കൊണ്ട് വരുന്നത് വിവാഹം കഴിക്കാനും മക്കളൊക്കെ ആയി ജീവിക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ്. നല്ല കാര്യം തന്നെയാണ്, മോശമാണെന്നല്ല അഭിപ്രായം. അപ്പോൾ അങ്ങനെ വളർത്തിക്കൊണ്ട് വരുന്ന ഒരു സാഹചര്യത്തിൽ ഒരു സ്ത്രീ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോരുകയും അല്ലെങ്കിൽ ഭാര്യ ഇല്ലാതെ ഒരു ഭർത്താവ് ജീവിക്കുകയും ചെയ്യുമ്പോൾ സമൂഹം അതിനെ വളരെ മോശമായിട്ടാണ് കരുതുന്നത്. ഭാര്യയില്ലാതെ ജീവിക്കുന്നത് മോശക്കാരനാണ്, അല്ലെ ഭർത്താവില്ലാതെ ജീവിക്കുന്ന ഒരു മോശക്കാരിയാണ്, അവർക്ക് എന്തോ കുഴപ്പമുണ്ടെന്നൊക്കെ നമ്മൾ വെറുതെ വിധി എഴുതും. ഇതൊന്നും ആയിരിക്കില്ല വാസ്തവത്തിൽ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. നമുക്ക് പുറമേ നിന്ന് നോക്കുമ്പോൾ ചിലപ്പോൾ മനസ്സിലാകാൻ സാധിക്കാത്ത ധാരാളം സങ്കീർണതകൾ നിറഞ്ഞതാണ് വിവാഹ ജീവിതം എന്ന് പറയുന്നത്. അതുകൊണ്ട് പുറത്തു നിന്നും കയറി നമ്മൾ വെറുതെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഇടപെട്ട് അഭിപ്രായം പറയാതിരിക്കുന്നതായിരിക്കും ഉത്തമം. പിന്നെ അങ്ങനെ പെട്ടെന്ന് പിരിഞ്ഞു പോകാൻ പറ്റുന്ന ഒരു ബന്ധവുമല്ല വിവാഹ ജീവിതം എന്ന് പറയുന്നത്. കാരണം അതിൻ്റെ പ്രത്യേകത അങ്ങനെയാണ്. അതൊരു കെട്ടുപാടുകളുണ്ട്, അതിന് ധാരാളം കെട്ടുപാടുകളുണ്ട്. പക്ഷേ നമ്മളുടെ മാനസികാവസ്ഥ കുറച്ചുകൂടെ നല്ല രീതിയിലായി വരുന്ന ഒരു കാലത്ത് ഇതിനൊക്കെ മാറ്റം ഉണ്ടാവും. ജീവിതത്തിൽ വിവാഹം ചെയ്യുകയല്ല ആത്യന്തികമായ ലക്ഷ്യമെന്നും അതിനപ്പുറത്തേക്ക് ധാരാളം കാര്യങ്ങൾ സ്ത്രീക്കായാലും പുരുഷനായാലും ചെയ്യാനുണ്ടെന്നുമുള്ളൊരു ബോധ്യപ്പെടൽ ഉണ്ടാകുന്ന ഒരു കാലത്ത് ആണ് ഇതിനൊക്കെ മാറ്റം ഉണ്ടാകുന്നത്. അതിനു മുമ്പ് നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വിഷമങ്ങൾ ഉണ്ടാകുന്ന ആളുകൾക്ക് എന്തെങ്കിലും ഒരു മനസ്സമാധാനം നമ്മളെപ്പോലുള്ള ആളുകൾക്ക് കൊടുക്കാൻ സാധിക്കുമെങ്കിൽ അതായിരിക്കും ഏറ്റവും വലിയ അവരോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. ചില ആളുകൾ ഞാൻ വിവാഹം കഴിക്കുന്നില്ല, ഞാൻ ഒറ്റയ്ക്ക് ജീവിച്ചോളാം എന്ന് പറയാറുണ്ട്. ശരിയാണ്, ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റും. പക്ഷേ ഈ ഒറ്റയ്ക്ക് ജീവിക്കുമ്പോഴും ധാരാളം പ്രതിസന്ധികൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഒറ്റയ്ക്ക് ജീവിക്കുമ്പോൾ അവളെ വളരെ മോശക്കാരിയാക്കി കാണുന്ന ഒരു പ്രവണത നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷേ ചില സാഹചര്യം കൊണ്ട് എന്തെങ്കിലുമൊക്കെ അവസ്ഥയിലേക്ക് പോകുന്ന സ്ത്രീകളുണ്ട്. അല്ലാതെ അധ്വാനിച്ച് നന്നായി ജീവിക്കുന്ന, ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റുന്ന സ്ത്രീകളുമുണ്ട്. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ വിവാഹം വേണ്ട എന്ന് തീരുമാനിച്ചിരിക്കുന്ന ഒരാൾക്ക് അങ്ങനെ തുടരാം. പക്ഷെ ജീവിതത്തിൽ വിവാഹം കഴിക്കുന്നത് കൊണ്ട് തെറ്റില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അതിൻ്റെ അകത്ത് ധാരാളം പ്രശ്നങ്ങളുണ്ടാവാം, പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാം, പരിഹരിക്കപ്പെടാതിരിക്കാം. അപ്പോൾ പിന്നെ നമ്മൾ എന്തിനാണ് ഇങ്ങനെ വലിയൊരു റിസ്ക് എടുക്കുന്നതെന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ പിരിഞ്ഞു പോയ ഒരു ഭാര്യയും ഭർത്താവും ആണെങ്കിൽ പോലും ആ ജീവിതത്തിന് അതിൻ്റേതായ എപ്പോഴെങ്കിലുമൊക്കെ ഒരു മനോഹരമായ നിമിഷങ്ങൾ പങ്കിട്ടിട്ടുണ്ടാവാം. നമ്മൾ പറയും ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ വിരോധം തോന്നുമ്പോൾ അത് ഇതെന്നൊക്കെ പറഞ്ഞാലും അതിൻ്റേതായ ഒരു ബ്യൂട്ടി ഉണ്ട്. അതിലൂടെ മനുഷ്യരൊക്കെ കടന്നു പോകുന്നതിൽ തെറ്റില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ജീവിതമല്ലേ, അപ്പോൾ പല പ്രശ്നങ്ങളും ഉണ്ടാവാം. ചിലപ്പോൾ നമ്മൾ ദേഷ്യത്തിൽ വിവാഹമേ കഴിക്കണ്ടായിരുന്നു, എന്തിനാ വെറുതെ കല്യാണം കഴിച്ചെന്നൊക്കെ നമ്മൾ പറയും. പക്ഷേ എപ്പോഴെങ്കിലുമൊക്കെ ഒരുമിച്ച് രണ്ട് സാഹചര്യത്തിൽ, രണ്ട് കൾച്ചറിൽ ജീവിച്ച രണ്ട് മനുഷ്യർ തമ്മിൽ ഒരു വീട്ടിലിരിക്കുമ്പോൾ ഉണ്ടാകാൻ പറ്റുന്ന എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാകാം. പക്ഷേ അതിൻ്റേതായ ഒരു സൗന്ദര്യം ഉണ്ട്, ഉറപ്പായിട്ടും ഉണ്ട്. എന്ന് വെച്ച് ഇപ്പോൾ ഒരു
സ്ത്രീക്ക് ഞാൻ വിവാഹം കഴിക്കുന്നില്ല, അല്ലെ ഒരു പുരുഷൻ ഞാൻ വിവാഹം കഴിക്കുന്നില്ല, എനിക്ക് എൻ്റെ ലക്ഷ്യം ഇതല്ല, എനിക്ക് വിവാഹത്തോട് താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അവർ ഒറ്റയ്ക്ക് ജീവിക്കട്ടെ, നല്ല കാര്യമല്ലേ. അവരൊറ്റയ്ക്ക് അവരുടെ ഇഷ്ടം അതാണെങ്കിൽ അവരെ ആ ഇഷ്ടത്തിന് വിടുക. ഒരു കുട്ടികളെയും പ്രത്യേകിച്ച് പെൺകുട്ടികളെയാണ് വീട്ടുകാർ, ബന്ധുക്കളും സമൂഹമൊക്കെ കൂടി പിടിച്ച് അവരെ കൊണ്ടുപോയി ഇഷ്ടമില്ലാതെ വിവാഹം കഴിപ്പിക്കും. അങ്ങനെ എന്തിനാണ് വെറുതെ അവരോട് ആ ദ്രോഹം ചെയ്യുന്നത്? അവർക്ക് ഇഷ്ടമില്ലെങ്കിൽ അവരെ വെറുതെ വിട്ടുകൂടെ? അങ്ങനെ അവരെ സ്വതന്ത്രമായി ജീവിക്കാനുള്ള ഒരു, ഇപ്പോൾ അങ്ങനെ കുട്ടികളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ആൾക്കാർ അതിനെ ഒരു അത് ഒരു വിവാഹം കഴിച്ചിട്ടില്ല, അതെന്തോ കൊള്ളത്തില്ലാത്ത കാര്യമാണെന്നാണ് സമൂഹം കരുതുന്നത്. അതുകൊണ്ട് അതിന് മാറ്റം വരണം. അതിന് മാറ്റം വരുത്തണമെങ്കിൽ നമ്മൾ നമ്മുടെ മക്കളെ വളർത്തുമ്പോൾ അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്, നിന്നെ കെട്ടിച്ചു വിടാൻ വേണ്ടി അല്ല ഞാൻ വളർത്തുന്നത്, നീ നന്നായി പഠിച്ച് നല്ല മിടുക്കിയായി സമൂഹത്തിന് മാതൃകയായി ജീവിക്കുക എന്ന് മാത്രം പറഞ്ഞാൽ മതി. അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ അവർ വിവാഹം കഴിക്കട്ടെ, അതിൻ്റെ നല്ലതും ചീത്തയും ഒക്കെ നമുക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കാം. അതുകൊണ്ടുണ്ടാകുന്ന നല്ല കാര്യങ്ങൾ എന്താണെന്നും പറഞ്ഞു കൊടുക്കാം. ആളുകളൊക്കെ വിവാഹം കഴിക്കാതിരുന്നാൽ പുതിയ തലമുറ ഉണ്ടാവില്ലല്ലോ, നമ്മുടെ ഈ ഒരു ലോകം ഇങ്ങനെ നിലനിൽക്കില്ലല്ലോ. അതും ഒരു സത്യം, വാസ്തവമുള്ളൊരു കാര്യമാണല്ലോ. പക്ഷേ അതൊരു നിർബന്ധമുള്ളൊരു കാര്യമായിട്ട് നമ്മൾ പറഞ്ഞ് പഠിപ്പിക്കാതിരിക്കുകയും ഒരു സ്ത്രീയെക്കുറിച്ചും വെറുതെ നമ്മൾ കയറി അഭിപ്രായം പറയാതിരിക്കുകയും ചെയ്യുന്നത് ഉത്തമമായിരിക്കും. കാരണം ഓരോ ജീവിതവും വ്യത്യസ്തങ്ങളായ അനുഭവങ്ങളാണ്. എൻ്റെ വീട്ടിലുള്ള അനുഭവമായിരിക്കില്ല നിങ്ങൾക്ക്, എന്നെ കേൾക്കുന്ന നിങ്ങളുടെ വീട്ടിലുണ്ടാകുന്നത്. അത് വ്യത്യസ്തമാണ്, പ്രശ്നങ്ങൾ നിറഞ്ഞതാണ്, സന്തോഷം നിറഞ്ഞതാണ്, ഇങ്ങനെ സമ്മിശ്രമാണ് ജീവിതം. ആ ജീവിതത്തിൽ മറ്റുള്ള ആളുകൾ ഇടപെട്ട് അത് വെറുതെ സങ്കീർണമാക്കാതിരിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ആർക്കെങ്കിലുമൊക്കെ പ്രയാസം നേരിടുമ്പോൾ അവരെ ഒന്ന് ചേർത്ത് പിടിച്ച് ഞാനുണ്ട് കൂടെ എന്ന് പറയാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയണം. അല്ലെങ്കിൽ തിരിച്ച് മക്കളെയും കൂട്ടി വീട്ടിലേക്ക് മടങ്ങി, ഭർത്താവിൻ്റെ വീട്ടിൽ നിന്നും മടങ്ങി വരുന്ന ഒരു സ്ത്രീക്ക് താങ്ങായി അച്ഛനും അമ്മയും അല്ലെ സഹോദരനോ സഹോദരിയോ ഉണ്ടെങ്കിൽ താങ്ങായി നിൽക്കേണ്ടതും സമൂഹത്തിൻ്റെയും ബന്ധുക്കളുടെയും ഒക്കെ കടമയാണ്. കാരണം നമ്മളുടെ വീട്ടിൽ അങ്ങനൊരു സാഹചര്യം ഉണ്ടാകുമ്പോഴേ, അല്ലെങ്കിൽ നമ്മുടെ മക്കൾക്ക് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുമ്പോഴേ നമ്മൾക്കതിൻ്റെ വേദന എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. മറ്റുള്ള ഒരാളുടെ ഒരു കാര്യം നമ്മൾ എത്രയൊക്കെ പറഞ്ഞു പോയെന്ന് പറഞ്ഞാലും അവരനുഭവിക്കുന്ന ആ ഒരു അവസ്ഥ